70-ാം വയസ്സിൽ പക്ഷികൾ മുട്ടയിടുമോ? കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ നെറ്റി ചുളിയുമെന്നതിൽ സംശയമില്ല. എന്നാൽ അങ്ങനെയൊന്നും സംഭവിച്ചെന്ന് അവകാശപ്പെട്ട് രംഗത്തെത്തിയത് യുകെയിലെ നോർഫോക്കിലെ നേച്ചർ റിസർവാണ്. ഇവിടുത്തെ അന്തേവാസികളായ 65-ൽ അധികം വരുന്ന ഫ്ലെമിംഗോകളിൽ ഗെർട്രൂഡ് എന്ന് വിളിപ്പേരുള്ള ഫ്ലെമിംഗോയാണ് തന്റെ 70-ാം വയസ്സിൽ ജീവിതത്തിൽ ആദ്യമായി മുട്ടയിട്ടത്. തന്റെ ജീവിതകാലം മുഴുവൻ പ്രണയത്തിന്റെ നിർഭാഗ്യത്തിൽ ചെലവഴിച്ചതിനു ശേഷമാണ് ഗെർട്രൂഡ് മുട്ടയിട്ടതെന്ന് റിസർവ് മാനേജിംഗ് ഡയറക്ടർ പറയുന്നു. അതേസമയം ഗെർട്രൂഡിന് യൗവനം കഴിഞ്ഞു എന്നത് ആ അപൂർവ സംഭവത്തെ കൂടുതൽ സവിശേഷമാക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാധാരണഗതിയിൽ ഫ്ലെമിംഗോകൾ തങ്ങളുടെ സ്വാഭാവിക പരിസ്ഥിതിയിൽ കാടുകളിൽ 40 വയസ്സുവരെ മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ. ഗെർട്രൂഡിനാകട്ടെ വയസ്സ് 70ആയി. ഗെർട്രൂഡിന് മുട്ടവന്ധ്യതയാണ്. 70-ാം വയസ്സിൽ ഗെർട്രൂഡ് ഇട്ട മുട്ട വിരിയുകയുമില്ല. എങ്കിലും ആദ്യം മുട്ടയിട്ട ശേഷം അവളുടെ മാതൃത്വ പ്രകടനം അവിസ്മരണീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഗിൽ എന്ന് പേരിട്ടിരിക്കുന്ന 37 വയസ്സുള്ള ഫ്ലെമിംഗോയാണ് ഗെർട്രൂഡിന്റെ പങ്കാളി. ഗെർട്രൂഡിന്റെ മുട്ട വിരിയില്ലെങ്കിൽ മറ്റ് നിരവധി ഫ്ലെമിംഗോകളുടെ മുട്ട ഈ വർഷം തന്നെ വിരിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗെർട്രൂഡിന് സ്വന്തമായി കുട്ടികൾ ഉണ്ടാകില്ലെങ്കിലും മറ്റു കുട്ടികളെ വളർത്താനും പരിപാലിക്കാനും അവളും തയ്യാറാകും. 5-6 വർഷം പ്രായമാകുമ്പോൾ തന്നെ ഫ്ലെമിംഗോകൾ സാധാരണയായി ഇണകളെ കണ്ടെത്തി സ്വന്തം കുടുംബത്തെ ആരംഭിക്കുകയാണ്. ഇണകളെ ആകർഷിക്കുന്നതിനായി ആൺ ഫ്ലെമിംഗോകൾ ചിറക് വിടർത്തി മനോഹരമായ രീതിയിൽ നൃത്തച്ചുവടുകൾ വെക്കാറുണ്ട്. ഒരു ഇണചേരൽ സീസണിൽ ഇവ ഒരു മുട്ട മാത്രമാണ് ഇടുക. സാധാരണയായി ദ്വീപുകളിലോ തടാകത്തിന്റെ തീരപ്രദേശങ്ങളിലോ ആണ് ഇവ കൂടുകൂട്ടുന്നത്. ഭൂമിക്ക് മുകളിൽ 12 ഇഞ്ച് വരെ ഉയരമുള്ള കൂടുണ്ടാക്കി അവയിലാണ് ഇവ മുട്ടകളിടുന്നത്. ഏതാണ്ട് 6 ആഴ്ച വരെ സമയം വേണം ഒരു മുട്ട വിരിയാൻ. മാതാപിതാക്കൾ ഇരുവരും മാറി മാറി അടയിരുന്നാണ് മുട്ട വിരിയിക്കുന്നത്. ഒരാൾ ഭക്ഷണം തേടുമ്പോൾ മറ്റേയാൾ അടയിരിക്കുകയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.